എല്ലാവർക്കും നമസ്കാരം. ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഇതിൽ നമ്മൾ എന്താണ് നമ്പർ സിസ്റ്റംസ് എന്നാണ് പഠിക്കുന്നത്. എന്താണ് നമ്പർ സിസ്റ്റംസ് എന്ന് നോക്കാം. എന്താ നമ്പർ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കറിയാം, നമുക്കിടെ നമ്പേഴ്സൊക്കെ അറിയാം. 0, 1, 2, 3 എക്സെട്ര. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് എല്ലാം സിംപ്ലി നമ്മൾ 0 ടു 9 വരെയുള്ള ഡിജിറ്റിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കും. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് 0 ടു 9 ആണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ കോമൺ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന കോമൺ നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെസിമൽ എന്ന് വിളിക്കും. ഡെസിമൽ സിസ്റ്റം. ഈ ഡെസിമൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 0 ടു 9 ആണ്. എന്നാൽ കമ്പ്യൂട്ടേഴ്സിന് ഇത് മനസ്സിലാകത്തില്ല. ഈ ഡെസിമൽസ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പം അവരാണെങ്കിൽ ഒരു ഡിഫറൻറ്റ് ഒരു നമ്പർ സിസ്റ്റത്തെ കൊണ്ടുവന്നു. ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേര് ബൈനറി എന്നാണ്. ബൈനറി ബൈനറി സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിജിറ്റ്സേ കാണത്തുള്ളൂ. ഒന്ന് 0യും ഒന്ന് 1ഉം. 0യുടെയും 1ൻ്റെയും കോമ്പിനേഷൻ വെച്ചിട്ട് നമ്പേഴ്സിനെ എല്ലാം അവർ ഫൈൻഡ് ചെയ്യും. ഇപ്പോൾ 0യുടെയും 1ൻ്റെയും കോമ്പിനേഷനിലൊരു നമ്പർ കാണും. 0യുടെയും 1ൻ്റെയും കോമ്പിനേഷൻ 2നെ റെപ്രസെൻറ്റ് ചെയ്യും, 3നെ റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെ എക്സെട്ര എല്ലാ നമ്പേഴ്സിനെയും 0യുടെയും 1ൻ്റെയും കോമ്പിനേഷനായിട്ട് എഴുതും. അതാണ് നമ്മൾ ബൈനറി എന്ന് പറയുന്നത്. നമ്മൾ നോർമലി അറിയുന്നത് നമുക്ക് ഡെസിമലാണ്. ഇത് കമ്പ്യൂട്ടറിന് അറിയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ബൈനറിയാണ്. നമുക്ക് ഈ ഡെസിമൽ ആയാലും ബൈനറി ആയാലും ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. എന്താണ് ബേസ് എന്ന് നോക്കും. ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ് എന്ന് നമ്പർ സിസ്റ്റത്തിലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബേസ് എന്ന് പറഞ്ഞാൽ. ബേസിൻ്റെ വേറൊരു പേര് റാഡിക്സ് എന്നാണ്. ഇതെന്താണെന്ന് വെച്ചാൽ റാഡിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹൗ മെനി യൂണീക്ക് ഡിജിറ്റ്സ് ഇൻ എ സിസ്റ്റം യൂസ്. എത്ര യുണീക്കായിട്ടുള്ള ഡിജിറ്റ്സാണ് നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരും. അതാണ് ഈ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഡെസിമലിനകത്ത് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സുകൾ. അപ്പോൾ അവിടെ എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ട്? 10 ആണ്. സോ അവിടുത്തെ ഡെസിമലിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. നമ്മൾ ബൈനറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈനറിയിൽ 0യും 1ഉം എന്ന് പറയുന്ന 2 ഡിജിറ്റുകളേ ഉള്ളൂ. അപ്പോൾ 0യും 1ഉം എന്ന് പറയുന്ന ഡിജിറ്റിൻ്റെ ബേസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ഡിജിറ്റ് അവിടെ 2 വരെ ഉള്ളതുകൊണ്ട് അവിടെ ബൈനറിയുടെ ബേസ് 2 ആയിരിക്കും. ഇനി നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ ഒരുപാട് ടൈപ്പ് നമ്പർ സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒന്ന് ഡെസിമൽ ബേസ് 10 ആണ്. ഡിജിറ്റ് 0 മുതൽ 9 വരെ പോവും. സെക്കൻഡ് നമ്മുടെ ബൈനറിയാണ്. അതിൻ്റെ ബേസ് 2 ആണ്. ഡിജിറ്റ് 0, 1ഉം ആണ്. അടുത്തത് ഒക്ടൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഒക്ടലിനകത്ത് 8 ഡിജിറ്റ്സ് ആണുള്ളത്. സോ അതിൻ്റെ ബേസ് 8 ആണ്. അതിൻ്റെ ഡിജിറ്റ് 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഹെക്സാഡെസിമൽ. ഇതിനകത്ത് നമ്മൾ 16 ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സും A to F വരെയുള്ള ആൽഫബറ്റ്സുമാണ് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ ഇവർ 16 പേരാണുള്ളത്. സോ അതിൻ്റെ ബേസ് 16 ആണ്. ഇനി എന്തിനാണ് നമുക്ക് ഈ യൂസ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ബൈനറി സിസ്റ്റംസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് നമ്പർ സിസ്റ്റംസ് പറഞ്ഞു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം നമുക്ക് കമ്പ്യൂട്ടർ ഓൺ ഉണ്ട്, ഓഫ് ഉണ്ട്. 2 സ്റ്റേറ്റുകളാണല്ലോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഓൺ അല്ലെങ്കിൽ ഓഫ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബൈനറി നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 ആണെന്നുണ്ടെങ്കിൽ ഓൺ ആണ്, 0 ആണെന്നുണ്ടെങ്കിൽ ഓഫ് ആണെന്ന് അത് ഇൻഡിക്കേറ്റ് ചെയ്യും. അതണക്ക് തന്നെ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോങ് ബൈനറി നമ്പേഴ്സ് വരുമ്പോൾ, ഇപ്പോൾ ഒരു 1000 എന്ന് പറയുന്ന ഒരു നമ്പർ, അല്ലെങ്കിൽ ഒരു 3783 എന്ന് പറയുന്നത്, 3783 എന്ന് പറയുന്ന ഒരു ലോങ് ആയിട്ടുള്ള നമ്പർ. ആ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും 0യും 1ഉം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് അധികം ലോങ് ആയിപ്പോകും. അത് കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ചും കൂടെ ഹാർഡായിരിക്കും. അപ്പം അതിനെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെക്സാഡെസിമൽ, അതിന് ഒക്ടൽ, അങ്ങനെയുള്ള 2 നമ്പർ സിസ്റ്റത്തെയും കൂടെ
എക്സ്ട്രാ കൊണ്ടുവന്നു. ഇപ്പോൾ ഒക്ടലും ഹെക്സാഡെസിമലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലോ ലെവൽ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടും മെമ്മറി അഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് എന്തിനാ നമ്പർ സിസ്റ്റം നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്? ബൈനറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള സർക്യൂട്ടുകളിലൊക്കെ ആയിരിക്കും പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുകണക്ക് ഹെക്സാഡെസിമൽ ആണെന്നുണ്ടെങ്കിൽ കളർ കോഡുകൾ കണ്ടുപിടിക്കാനും അതുകണക്ക് കളർ കോഡുകൾ ബിൽട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുകണക്ക് മെമ്മറി അഡ്രസ്സിങ്ങിനും വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകണക്ക് ആസ്കി കോഡ് എന്ന് പറയുന്ന വേറൊരു നമ്പർ സിസ്റ്റം ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ടെക്സ്റ്റ് മെസ്സേജുകൾ, ലെറ്റേഴ്സിൻ്റെ കളക്ഷൻ, ഇതിനെയെല്ലാം ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ആസ്കി കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് റീഫ്രഷ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്പർ സിസ്റ്റം, നമ്മൾ കോമൺ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം, ഹ്യൂമൻ ബീങ്സ് എല്ലാം യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ എന്ന് പറയുന്നത്. അതിൻ്റെ ബേസ് 10 ആണ്. 0 to 9 വരെയാണ് ഡിജിറ്റുകൾ വരുന്നത്. സെക്കൻഡ് നമ്മൾ പറഞ്ഞ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം, അതാണ് ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത്. ബേസ് 2 ആണ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഒക്ടലും ഹെക്സാഡെസിമലും. ഒക്ടൽ ആകുമ്പം ബേസ് 8 വരും, ഹെക്സാഡെസിമൽ ആകുമ്പം ബേസ് 16 വരും. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ബൈനറി ഓഫ് ഡെസിമൽ 25? 25 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എന്തായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കതൊരു 0യുടെയും 1ൻ്റെയും ഒരു കളക്ഷൻ ആയിരിക്കും. കണ്ടുപിടിക്കാൻ അറിയാവുന്നവർക്ക് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ഇതിൻ്റെ കൺവേർഷൻസ് കാണും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ നമ്പർ സിസ്റ്റം കൺവേർഷൻ ആയിരിക്കും.